നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു അത്യാവശ്യ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. കുറെ നേരമായിട്ടും അതിനൊരു പരിഹാരവും കാണുന്നില്ല. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങിയപ്പോ ഈ കുട്ടി ഇപ്പൊ ആദ്യം ചെയ്യേണ്ടത് ജഗദീഷിന്റെ പ്രശ്നം പരിഹരിക്കാന്നുള്ളതാ. മതി, അത് മതി. ജഗദീഷിനെ എവിടേക്കെങ്കിലും മാറ്റി നിർത്തണമെന്നല്ലേ മിനിസ്റ്റർ പറഞ്ഞത്. അത് നമുക്ക് ഷൺമുഖനെ വിളിച്ച് ഏർപ്പാട് ചെയ്യും. ഷൺമുഖനുമായിട്ട് സാവിത്രിക്ക് അത്ര അടുപ്പമുണ്ട്. അങ്ങനെ അടുപ്പമൊന്നുമില്ലമ്മേ. ഇപ്പൊ നമ്മളെ സഹായിക്കാൻ അയാളല്ലേ ഉള്ളൂന്ന് കരുതിയിട്ടാ. അംഗബലവും ആൾബലവും കൊണ്ട് നമ്മളെ സഹായിക്കാൻ അയാൾക്ക് പറ്റുള്ളൂ തോന്നി. അതുകൊണ്ട് പറഞ്ഞതമ്മേ. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. ഇവിടെ ആർക്കും ഒരു വിഷമം വരാത്ത രീതിയിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ട് പറയാം. പ്രാർത്ഥനയ്ക്ക് ഫലമല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് കരയുന്നതിൽ അർത്ഥമില്ല. എനിക്കറിയാം ഇതിന്റെ അവസാനം എന്താണെന്ന്. എന്റെ കാർത്തിയേട്ടനെ എന്നേക്കുമായി എന്നിൽ നിന്ന് ദേവി തന്നെ അകറ്റും. ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ ഒരു വാർത്ത എന്റെ കാതിലെത്തുന്നതിന് ഒരു നിമിഷം മുൻപ് എനിക്ക് ലോകം വിട്ടു പോണം. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഇവിടെ വരാനും എന്റെ സങ്കടങ്ങൾ പറയാനും മീനാക്ഷി ഉണ്ടാവില്ല. സത്യം. ദേവിയോട് എന്തോ വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി ചേച്ചി എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന്. എനിക്ക് മനസ്സിലായതുപോലെ തന്നെ ദേവിക്കും മനസ്സിലായിട്ടുണ്ട്. പരിഹാരം ഉടനെ ഉണ്ടാവും. അത് തന്നെ മോളെ എന്റെ വിശ്വാസം. അങ്ങനെ പരിഹാരം ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. സ്വയം ജീവിതം ഇല്ലാതാക്കും അല്ലേ? എനിക്കെങ്ങനെ മനസ്സിലായെന്നാണോ? ഇപ്പൊ ദേവിയോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇപ്പോഴുള്ള തോന്നലൊക്കെ മനസ്സിൽ നിന്ന് കളയും. ചേച്ചിയുടെ കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥന ദേവി കേട്ട് കഴിഞ്ഞെന്ന് തന്നെ കൂട്ടിക്കോ. ഇപ്പോഴുള്ള പ്രശ്നം എന്തു തന്നെ ആയാലും അതോർത്ത് വിഷമിക്കുന്നതല്ല അതിനുള്ള പരിഹാരം. അതിനെന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ പറയട്ടെ, അതുപോലെ കേക്കോ. എന്താ? ദാ അവിടെ ഇരിക്കുന്ന ആ സിദ്ധനെ കണ്ടോ? അദ്ദേഹത്തോട് സംസാരിച്ചു കഴിയുമ്പോ ഈ അവസ്ഥയൊക്കെ മാറും. ആശ്വാസവും കിട്ടും. അദ്ദേഹം പറയുന്ന വാക്കുകളില് എനിക്ക് ആശ്വാസം കിട്ടില്ല കുട്ടി. എന്റെ വിഷമവും എന്റെ അവസ്ഥയും വേറെ. അതാർക്കും മനസ്സിലാവില്ല. എങ്കിലും എന്റെ ദേവിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെനിക്ക് ഉറപ്പാ. ഇനി എന്റെ പ്രാർത്ഥനയ്ക്ക് ദേവിയുടെ ഉത്തരം മാത്രം മതി.
ആ ഉത്തരം കിട്ടാനാണ് ചേച്ചിയോട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞത്. ചേച്ചി പറയാനുള്ളതൊക്കെ ദേവിയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവിടുത്തെ തീരുമാനം എന്താണെന്ന് അറിയണ്ടേ? ആ സിദ്ധനോട് ചോദിച്ചാ മതി, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. ദേവിയോട് പറഞ്ഞതൊക്കെ അദ്ദേഹത്തോടും പറ. അപ്പോ എല്ലാ പ്രശ്നത്തിനും ഒരു തീരുമാനമാവും. ഇതിനെല്ലാം കാരണക്കാരനായവരുടെ നാവിൽ നിന്നും പരിഹാരവും പറഞ്ഞു തരും. ഒറ്റയ്ക്ക് പോവാൻ മടിയാണെങ്കിൽ ഞാനും വരാം. വാ ചേച്ചി, വാ. ചെന്ന് വിളിക്ക്. സ്വാമി, അത്യാവശ്യ കാര്യസാധ്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. കുറെ നേരമായിട്ടും അതിനൊരു പരിഹാരവും കാണുന്നില്ല. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങിയപ്പോ ദാ ഈ കുട്ടി ആര്? ഇവിടെ ഒരു പെൺകുട്ടി നിപ്പുണ്ടായിരുന്നു. ആ കുട്ടിയാ എന്നോട് ഇവിടെ വന്ന് സ്വാമിയോട് സംസാരിച്ച എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ദേവി, എന്റെ ഭർത്താവ് ആശുപത്രിയില. പറയണമെന്നില്ല. നമുക്കെല്ലാം മനസ്സിലാക്കി തന്നു ദേവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.